Hi friends, welcome to Anjali's Food Court. ഇന്ന് നല്ലൊരു ബട്ടർ ചിക്കനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നല്ല കിട്ടിയില്ല ടേസ്റ്റ് ആട്ടോ. ഞാൻ പറയാതിരിക്കാൻ വയ്യ. ഞാൻ ഉണ്ടാക്കിയ കാരണം പറയുന്നതല്ല, സാധാരണ ഇത് ഞാൻ ബാംഗ്ലൂരിലുള്ളപ്പോഴാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടുത്തെ ഒരു റെസിപ്പിയാണ് ഇത്. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിന് മുന്നേ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്യണം. ബട്ടർ ചിക്കൻ ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ട് എന്താണ് മെയിനായിട്ട് ചിക്കൻ വേണ്ടേ. ചിക്കൻ 200 ഗ്രാം ചിക്കനാണ് എടുത്തിരിക്കുന്നത്. കുറച്ച് യെല്ലോ ഒക്കെ ഉണ്ട് കേട്ടോ. ബോൺലെസ് ചിക്കൻ എടുക്കുകയാണ് ഏറ്റവും നല്ലത്. പക്ഷേ എനിക്കത് കിട്ടിയില്ല, അതുകൊണ്ടാണ്. ഇനി ഇതിലേക്ക് ഫസ്റ്റ് ചേർത്ത് കൊടുക്കുന്നത് തൈര് പുളിയുള്ളതാണെങ്കിൽ 1.5 ടേബിൾ സ്പൂണോളം മതി. പുളിയില്ലാത്തതാണെങ്കിൽ 2-2.25 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ പുളിയില്ലാത്തതായ കാരണം ഇത്ര അധികം ചേർത്ത് കൊടുത്തത്. ഇനി വേണ്ടത് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത്, അതായത് ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു 10 അല്ലിയോളം വെളുത്തുള്ളിയും കൂടി നന്നായി ചതച്ചെടുക്കുക. അരച്ചാലും കുഴപ്പമൊന്നുമില്ല. അത് 1 ടേബിൾ സ്പൂണോളം. പിന്നെ വേണ്ടത് കാശ്മീരി ചില്ലി പൗഡറാണ്. അത് നിങ്ങളുടെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ സാധാരണ മുളക് പൊടി 1 ടേബിൾ സ്പൂണോട് ഇടുക. ഞാനിപ്പോൾ കാശ്മീരി ചില്ലി പൗഡർ 2-2.25 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ കണ്ടില്ലേ. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്, നന്നായിട്ടത് മിക്സ് ചെയ്തെടുക്കണം. കഴിഞ്ഞിട്ടില്ല, ഇതിൽ വേറെ കുറച്ചും കൂടിയും ആഡ് ചെയ്യാനുണ്ട്. അപ്പോൾ ഇതൊന്ന് മിക്സ് ആക്കട്ടെ. അതിന് ശേഷം ഞാൻ പറഞ്ഞുതരാം എന്താ വേണ്ടതെന്ന്. അപ്പോൾ കണ്ടില്ലേ, കുറേശ്ശെ ഇങ്ങനെ വെള്ളം നനവ് പോലെയുണ്ട്. ഇത് ഇങ്ങനെ ഇരിക്കരുത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്, കുറച്ച് കോൺഫ്ലോർ, അതായത് അധികം ഇട്ട് കൊടുക്കരുത്. ഇതൊന്ന് പരണ്ട് കിട്ടാനുള്ള പാകത്തിന് 1 ടേബിൾ സ്പൂണോളോ 1.5 ടേബിൾ സ്പൂണോളോ ഒക്കെ കറക്റ്റ് പരണ്ട് കിട്ടിയാൽ മതി കേട്ടോ. അല്ലാണ്ട് കോൺഫ്ലവറിൽ ഇട്ട് മുക്കി പൊരിക്കണം എന്നൊന്നുമില്ല. അതൊന്ന് ജസ്റ്റ് ഒന്ന് കോട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കട്ടെ. ഇപ്പോൾ കണ്ടില്ലേ, കറക്റ്റ് പാകമായി വന്നു തുടങ്ങി. ഇനി നമുക്ക് ഇതിനെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം. അപ്പോൾ ഞാനൊക്കെ വെച്ചെങ്കിൽ സാധാരണ സമയമുള്ളപ്പോഴൊക്കെ വെച്ചെങ്കിൽ തലേ ദിവസം പുരട്ടി വയ്ക്കും. പിറ്റേ ദിവസം എന്നിട്ട് ബട്ടർ ചിക്കൻ ഉണ്ടാക്കലാണ് പതിവ്. നമ്മൾ സാധാരണ ചിക്കനൊക്കെ വാങ്ങുന്ന സമയത്തുണ്ടല്ലോ, കുറച്ച് അങ്ങോട്ട് മാറ്റി വെച്ചാൽ മതി, അപ്പോൾ ഉണ്ടാക്കാമല്ലോ. ഇത് മൂടിയിട്ട് ഫ്രിഡ്ജിൽ വെക്കട്ടെ. ഫ്രീസറിലൊന്നും വെക്കണ്ട കേട്ടോ. ഞാൻ ഫ്രിഡ്ജിൽ താഴത്തെ തട്ടിൽ തന്നെ വെക്കുക. ഞാനിപ്പോൾ ഒരു 4 മണിക്കൂറിന് ശേഷം ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്താണ് ഈ കാണുന്നത്. നന്നായിട്ട് സെറ്റായി മസാലയൊക്കെ ആ ചിക്കനിൽ ഇങ്ങോട്ട് പരണ്ടിരിക്കുകയാണ്, കണ്ടാ. ഇനി ചിക്കനൊക്കെ അവിടെ ഇരിക്കട്ടെ. ഞാനിതിലേക്കുള്ള വെജിറ്റബിൾസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം. ഒരു 1.5 വലിയ സവോള കട്ട് ചെയ്താണ് ഈ കാണുന്നത്. പിന്നെ വേണ്ടത് തക്കാളി വലിയ തക്കാളി തന്നെ എടുത്തിരിക്കുന്നത്. നാടൻ തക്കാളി ആണെങ്കിൽ 1 മതി. സാധാരണ മീഡിയം തക്കാളി ആണെങ്കിൽ 2 എടുക്കുക കേട്ടോ. അപ്പോൾ അതിങ്ങനെ കട്ട് ചെയ്യുക. അടുത്തത് ഒരു പാൻ വയ്ക്കുക. നമ്മൾ എന്താ ഉണ്ടാക്കണത്, ബട്ടർ ചിക്കൻ ഉണ്ടാക്കണം. അപ്പോൾ ബട്ടർ ഇട്ട് കൊടുക്കുക. സാധാരണ ഓയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ അങ്ങനെയും കുഴപ്പമില്ല. അതിനിപ്പോൾ ബട്ടർ ചിക്കൻ എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ ഓയിൽ ഉണ്ടാക്കണവരുണ്ട്. എന്നിട്ടുണ്ടല്ലോ ലാസ്റ്റ് അങ്ങോട്ട് ബട്ടർ ഇട്ട് കൊടുക്കും. അപ്പോൾ അതിനെ പൂർണ്ണമായിട്ട് ബട്ടർ ചിക്കൻ എന്ന് വിളിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാനിപ്പോൾ 2.5 ടേബിൾ സ്പൂണോളം ബട്ടർ ഒഴിച്ചു കൊടുത്തു. അതൊന്ന് മെൽട്ടായി വന്നപ്പോൾ ചിക്കൻ, നമ്മൾ പരട്ടി വെച്ച ചിക്കൻ ഉണ്ടല്ലോ, അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ടൊരു 80% ഫ്രൈ ആയി കിട്ടിയാൽ മതി. അധികം അങ്ങോട്ട് ഡ്രൈ ഫ്രൈ ആയി എടുക്കൊന്നും വേണ്ട കേട്ടോ. പിന്നെ നമ്മളത് ഗ്രേവിയിൽ ഇട്ടിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ കിടന്നിട്ട് തന്നെ വേവുന്നുണ്ട്, പക്ഷേ ഡ്രൈ ഫ്രൈ ആക്കണ്ട. ഇതൊക്കെ ഒന്ന് 5-6 മിനിറ്റ് കഴിയുമ്പോൾ പതുക്കെ അങ്ങോട്ട് മറിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തിരിച്ച് മറിച്ചിട്ട് കൊടുക്കണേ. പിന്നെ ഞാനിപ്പോൾ മൂടി വെച്ചിട്ട് ഒരു 15 മിനിറ്റോളമാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് കേട്ടോ. മൂടി വയ്ക്കട്ടെ. ഇനി ഞാൻ മൂടി തുറക്കുകയാണ്. അപ്പോൾ ഞാൻ നേരത്തെ അടച്ചു വെച്ചില്ല. അതിൻ്റെ ഇടയിൽ കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇത് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കറക്റ്റ് പാകത്തിന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്, കണ്ടില്ലേ. ഇനി നമുക്ക് ഇതിന്ന് മാറ്റിയെടുക്കാം. അപ്പോൾ ഇതിൽ കുറച്ച് ബട്ടറൊക്കെ ഉണ്ട്, അതവിടെ ഇരുന്നോട്ടെ. നമുക്ക് ഇനി ആവശ്യമുണ്ട്. മൂടി വെച്ചിട്ട് ഫ്രൈ ആക്കുമ്പോൾ എന്താ വെച്ചാൽ കുറച്ച് സോഫ്റ്റായിട്ടായിരിക്കുക. അങ്ങനെയാണ് നമുക്ക് ഇതിന് വേണ്ടത്. അപ്പോൾ അങ്ങനെ മൂടി വെച്ചിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇനി അടുത്തത് എന്താ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ ഉള്ള ബട്ടറിലേക്ക് തന്നെ നമ്മൾ കുറച്ച് പട്ട, ഏലക്കായ, പെരുംജീരകം, ബേ ലീഫ് അതൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. അതൊന്നും അധികം വേണ്ടതായി കാണുന്നില്ല, ഇത്ര തന്നെ മതി കേട്ടോ. ഞാൻ എത്രയെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. അപ്പോൾ 1/4 ടീസ്പൂണോളൊക്കെ ഇട്ടിട്ടുള്ളൂ പെരുംജീരകം. ബേ ലീഫ് പറയുന്നത് ബിരിയാണി ഇല എന്ന് പറയും, വയനയില എന്ന് പറയും. അതൊക്കെ 1-2 ഇട്ട് കൊടുക്കുക. ഇനി ഇത് ഞാൻ ഈ ഓയിലല്ല ബട്ടറിൽ നിന്ന് മാറ്റുകയാണ്, കാരണം ഇത് കരിഞ്ഞു പോവില്ലേ പെട്ടെന്ന്, അതുകൊണ്ട്. അടുത്തത് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള എന്തൊക്കെ സവോളയും തക്കാളിയും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ഇത് വഴലാൻ വേണ്ടിയിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. കുറേശ്ശെ ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ ചിക്കനിലൊക്കെ ഉപ്പിട്ടിട്ടുണ്ട്, അതനുസരിച്ച് ഇതിൽ ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ഞാൻ ഒരു 1/4 ടീസ്പൂണോളം ഇട്ട് കൊടുത്തുള്ളൂ കേട്ടോ. ഇനി നന്നായിട്ട് ഇളക്കിയിട്ട് കുറച്ച് നേരം കഴിയട്ടെ. അപ്പോൾ ഇത് നമുക്ക് കറക്റ്റ് പാകമായി കിട്ടും. എന്നിട്ട് അതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാം. വേറെ ഒന്നുമില്ല. ഇപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഇട്ട് കൊടുക്കണം. അതൊരു ടീസ്പൂണോളം 1.5 ടീസ്പൂണോളം ഒക്കെ ഇട്ട് കൊടുക്കുക. നമ്മൾ ഓൾറെഡി
ചിക്കനിൽ പരട്ടിയിട്ടാണ് ഫ്രൈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു കുത്തെടുക്കും, അതുകൊണ്ട് അധികം ചേർത്ത് കൊടുക്കണ്ട കേട്ടോ. ഇപ്പോൾ ഇതിലേക്ക് 1.5 ടീസ്പൂണൊക്കെ മതി. ഇപ്പോൾ അതാ ഗരം മസാല പൗഡർ 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. ഇത് കാശ്മീരി ചില്ലി പൗഡർ 1 ടീസ്പൂണോ അല്ലെങ്കിൽ 1 ടേബിൾ സ്പൂണോളോ ചേർത്ത് കൊടുക്കുക. എരിവില്ലാത്തതുകൊണ്ട് നിങ്ങളുടെ കളറിനനുസരിച്ച് ഒക്കെ ചേർത്ത് കൊടുക്കുക, എരിവിനനുസരിച്ചിട്ടൊക്കെ കേട്ടോ. എനിക്കിപ്പോൾ 1 ടീസ്പൂൺ മതി. ഇനി നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ആ പച്ചമണമൊക്കെ പോയി കഴിഞ്ഞില്ലേ, ഇനി ഇതിലേക്ക് 1 ടീസ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുക കേട്ടോ. പഞ്ചസാര ചേർത്ത് നന്നായി ഇളക്കുക. എന്നിട്ട് ആ പച്ചമണമൊക്കെ മാറുമ്പോൾ സ്റ്റവ് ഒന്ന് ഓഫ് ചെയ്യുക, തണുക്കാൻ വയ്ക്കുക. ഇതെന്താണെന്നറിയോ, ഇത് തേങ്ങാപ്പാലാണ്, നല്ല കട്ടി തേങ്ങാപ്പാൽ. ചിലർ തേങ്ങാപ്പാലിലല്ല ഉണ്ടാക്കുക, നമ്മളുടെ കാഷ്യൂനട്ട് പേസ്റ്റിലാണ് ഇത് ഒന്നുണ്ടാക്കിയെടുക്കുക. അപ്പോൾ ഞാൻ ബാംഗ്ലൂരിൽ നിന്നാണ് കഴിച്ചതെന്ന് പറഞ്ഞപ്പോൾ അത് മലയാളി ഹോട്ടലായിരുന്നു, അവർ ട്രൈ ചെയ്തതാണ് ഇങ്ങനെ. അത് കഴിച്ചപ്പോൾ ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഞാൻ റെസിപ്പി ചോദിച്ചതാണ് അവരുടെ അടുത്ത്. ഇനി നമുക്ക് നമ്മൾ അവിടെ ചൂടാറാൻ വെച്ചിട്ടുള്ള സവോളയും തക്കാളിയും മസാലയൊക്കെ ഇട്ടിട്ട് വഴറ്റി വെച്ചില്ലേ, അതിലെ മിക്സിയുടെ ജാറിലേക്ക് ആക്കിയിട്ട് നല്ല കട്ടി തേങ്ങാപ്പാൽ ഞാൻ കാണിച്ചു തന്നില്ലേ, ആ കുഞ്ഞൊരു ബൗള് അത്ര ഒഴിച്ചിട്ട് ഇതുപോലെ തിക്ക് പേസ്റ്റായിട്ട് അരച്ചെടുക്കുക. കണ്ടില്ലേ, ഇതാണ് കറക്റ്റ് കളറ്, കണ്ടോ? അപ്പോൾ ഇനി ഇതാ അരച്ചെടുത്തു. ചൂടാറിയിട്ട് അരച്ചെടുക്കാൻ ശ്രദ്ധിക്കുക, ഇല്ലെങ്കിൽ മിക്സിയുടെ ജാറ് തെറിക്കും. ആ അരച്ചെടുത്ത പേസ്റ്റിന് നമുക്ക് നമ്മളുടെ ഈ പാനിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. അപ്പോൾ അതാ കുറച്ച് ബട്ടർ ഉണ്ട് അതിൽ, അപ്പോൾ അതിൽ തന്നെയാണ് ഞാൻ ചൂടാക്കിയെടുക്കുന്നത്, എക്സ്ട്രാ ഇട്ട് കൊടുത്തിട്ടൊന്നുമില്ല കേട്ടോ. ഇതിന് മൊത്തത്തിൽ നമുക്കൊരു 3 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 4 ടേബിൾ സ്പൂൺ ബട്ടർ ആവശ്യമാണ്. നമ്മൾ ഇതിന് ഒരു പിശുക്ക് കാണിക്കേണ്ട, കാരണം ഇതിൻ്റെ ടേസ്റ്റ് കിട്ടണമെങ്കിൽ കറക്റ്റായിട്ട് ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് മിക്സിയുടെ ജാറിൽ കുറച്ചും കൂടി പറ്റി പിടിച്ചിരിക്കുന്നുണ്ടായിരുന്നു, അപ്പോൾ ഞാൻ ഇത്തിരി ചൂടുവെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് കലക്കി ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് തിളച്ച് കിട്ടട്ടെ കേട്ടോ. ഒന്ന് തിളയ്ക്കുമ്പോൾ നമുക്ക് ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ആ സൈഡിലൊക്കെ തിള വന്നു തുടങ്ങിയപ്പോൾ നമ്മൾ ചിക്കൻ ഇതിലിട്ടിട്ടൊന്ന് പുരട്ടി കൊടുക്കുകയാണ്. നന്നായിട്ട് അങ്ങോട്ട് ഇതിൽ മുങ്ങി കിടക്കുന്ന പോലെ എടുക്കണമെന്നുണ്ടെങ്കിൽ 2ാം പാൽ, അതായത് നമ്മളിപ്പോൾ തമ്പാൽ മാത്രമേ എടുത്തുള്ളൂ, തേങ്ങയുടെ കട്ടി തേങ്ങാപ്പാൽ മാത്രമേ എടുത്തുള്ളൂ. അപ്പോൾ ലൂസാക്കിയിട്ട് കുറച്ചും കൂടി എടുക്കുകയാണെങ്കിൽ നല്ല ഗ്രേവി പോലെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ എനിക്കിതാണ് ഇഷ്ടം, കുറച്ച് അങ്ങോട്ട് ലൈറ്റായിട്ട് ഇങ്ങനെ തിക്കായിട്ടിരിക്കും, നല്ല ഗ്രേവി ഇല്ലാണ്ട്, അങ്ങനെയാണ് എനിക്കിഷ്ടം. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എടുക്കണേ കേട്ടോ. അപ്പോൾ അതാ നന്നായി ആയി തുടങ്ങി. ഒക്കെ കുറച്ച് വെച്ചു. ഇനി ഇതിലേക്ക് ഞാൻ ലാസ്റ്റ് ചേർത്ത് കൊടുക്കുന്നത് ഫ്രഷ് ക്രീമാണ്, അമൂലിൻ്റെ ഫ്രഷ് ക്രീം. എല്ലാ സൂപ്പർ മാർക്കറ്റിലും അവൈലബിൾ ആണ് ഇപ്പോൾ ഇത് കേട്ടോ. അപ്പോൾ അത് 2 ടേബിൾ സ്പൂണോളോ അല്ലെങ്കിൽ 1.5 ടേബിൾ സ്പൂണോളോ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതാ നമ്മളുടെ ബട്ടർ ചിക്കൻ ഇവിടെ റെഡിയായി. ഞാൻ ഇതിൻ്റെ മുകളിൽ കൂടെ കുറച്ചൊന്ന് ഗാർണിഷ് ചെയ്യുന്നുണ്ട്, വേറെ ഒന്നുമല്ല, കുറച്ച് ഫ്രഷ് ക്രീം ഇട്ടിട്ട് ഒന്ന് ഗാർണിഷ് ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ നമ്മളുടെ ഈ ബട്ടർ ചിക്കൻ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ സാധാരണ നമ്മളുടെ ഈ വറ്റൽമുളകൊന്നും ഇടില്ല, ഞാൻ അവിടെ കഴിച്ചൊരു ടേസ്റ്റും അവിടെ കണ്ടൊരു രീതിയാണ് ഇന്ന് ഞാൻ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എന്തായാലും ഇഷ്ടമാവും. നാനിൻ്റെ കൂടെ ചപ്പാത്തി, പൊറോട്ട, ദോശ, അതിൻ്റെയൊക്കെ കൂടെ അടിപൊളി കോമ്പിനേഷനാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക. ടാറ്റാ, താങ്ക് യു.